അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി പാലം റിട്ടയർ ചെയ്തു. സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച മുതൽ നടത്താനിരുന്ന പാലം ബഹിഷ്കരണം മാറ്റിവെച്ചു. കാലടി മേഖലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ കാലടി പാലം ബഹിഷ്കരിച്ച് സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ രാത്രി പാലത്തിലെ കുഴികൾ അടച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാളത്തെ ബഹിഷ്കരണം മാറ്റിവെച്ചിരിക്കുന്ന കാര്യം കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാലടി പാലം റിട്ടയർ ചെയ്തു. സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച മുതൽ നടത്താനിരുന്ന പാലം ബഹിഷ്കരണം മാറ്റിവെച്ചു. തിങ്കളാഴ്ച രാത്രിയിലാണ് പാലം റിട്ടയർ ചെയ്തത്. ഇതൊരു താത്കാലിക ആശ്വാസമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. കാലടി പാലത്തിൻ്റെ ശോചനീയാവസ്ഥ വളരെ മോശമാണ്. ഇത് തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ഇത് പരിഹരിക്കേണ്ടത് ആരാണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിരവധി നിവേദനങ്ങളും പ്രക്ഷോഭ പരിപാടികളും നടത്തിയിട്ട് ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോ ജനപ്രതിനിധികളോ മുന്നോട്ട് വരുന്നില്ല. ഈ പാലത്തിലൂടെ ഏകദേശം 100ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ കാലടി ടൗണിൽ വന്ന് വിവിധ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് സമയനിഷ്ഠ പാലിച്ച് സർവീസ് നടത്തുവാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ബ്ലോക്കിൽ കിടന്ന് ഗതാഗത കുരുക്കിൽ കിടന്ന് വൈകുമ്പോൾ ഡ്രൈവർമാർ അല്ലെങ്കിൽ ജീവനക്കാർക്ക് അവരുടെ ജോലി ഭാരം കൂടുന്നു. തെറ്റിദ്ധാരണയുടെ രീതിയിൽ വാഹനം ഓടിച്ചാൽ അവരുടെ പേരിൽ ശക്തമായ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാൻ ഇന്ന് വരെ ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഈ കാലടി പാലത്തിൻ്റെ ശോചനാവസ്ഥ പരിഹരിക്കുവാൻ സർക്കാർ അതിനു വേണ്ട തുക അനുവദിച്ചിട്ടുണ്ട്. ആ തുക അനുവദിച്ചത് കൃത്യമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ചെലവ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പാലത്തിന് വന്നിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കുവാൻ ഗതാഗതം നിയന്ത്രിച്ച് നൽകി സർക്കാർ അനുവദിച്ചുള്ള ഫണ്ട് ഉപയോഗിച്ച് നിലവിലുള്ള അറ്റകുറ്റപ്പണികൾ ഭംഗിയായിട്ട് തീർക്കുവാനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനു വേണ്ട സൗകര്യം ജനപ്രതിനിധികളോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ചെയ്തു കൊടുക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. നാളെ മുതൽ ഈ പാലത്തിലൂടെ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ പാലം ബഹിഷ്കരിച്ചുകൊണ്ട് സർവീസ് നടത്തുവാൻ തീരുമാനിച്ചിരുന്നു. ഈ വിവരം അറിഞ്ഞിട്ട് എന്നോണം ഇന്നലെ രാത്രി പാതിരയ്ക്ക് വന്ന് ഈ പാലത്തിലുണ്ടായിരുന്ന കുഴികൾ അടച്ചിട്ടുണ്ട്. അത് ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ 4 ദിവസക്കാലത്തേക്ക് ഒരു ആശ്വാസം ലഭിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് സർക്കാർ അനുവദിച്ചിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് കാലടി പാലത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ഗതാഗതം നിയന്ത്രണം നടത്തി നല്ല രീതിയിൽ നാളെയും ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് സുഗമമാക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അല്ലെങ്കിൽ കാലടി പ്രദേശത്തുള്ള സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ കാലടി പ്രദേശവും കാലടി പാലവും ഈ ശ്രീശങ്കര പാലവും ബഹിഷ്കരിച്ചുകൊണ്ട് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങേണ്ടി വരും. മണ്ഡലകാലം ആരംഭിച്ചതോടെ കാലടിയിൽ ഗതാഗത കുരുക്കും വർദ്ധിച്ചു. പെരുമ്പാവൂരിൽ നിന്ന് കാലടിയിലേക്കുള്ള ഭാഗത്തേക്കാണ് കൂടുതലായി ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നത് സ്വകാര്യ ബസ്സുകളെയും മറ്റു യാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നു. ഏകദേശം 100ഓളം സ്വകാര്യ ബസ്സുകളാണ് ഇതുവഴി സർവീസ് നടത്തുന്നത്. ഗതാഗതം നിയന്ത്രിക്കാൻ ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി കാലടി മേഖലാ പ്രസിഡന്റ് APGB ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് നിലവിലുള്ള പാലത്തിൻ്റെ ശോചനാവസ്ഥ പരിഹരിക്കണം. പരിഹരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായ ഗതാഗത കുരുക്ക് എത്രത്തോളം നീണ്ടു എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ശബരിമല സീസണും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലും ഗതാഗത നിയന്ത്രണമില്ലാത്ത രീതിയിലാണ്
ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുവാനുള്ള ശ്രമം ബന്ധപ്പെട്ട PWയുടെ ഭാഗത്തുനിന്നും ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നൊരു അപേക്ഷയും കൂടി ഈ അവസരത്തിൽ പറയാനായിരിക്കും. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പാലം ബഹിഷ്കരിച്ചുകൊണ്ട് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകേണ്ടി വരുമെന്നും അറിയിച്ചു.